ഏറ്റവും പുതിയ അലർട്ടുകളിലേക്ക്, ഏറ്റവും പുതിയ വിവരങ്ങളിലേക്ക് നമുക്ക് പോകാം. സംസ്ഥാനത്ത് പരക്കെ മഴയാണ്. മുല്ലപ്പെരിയാറിൽ ആശങ്കയായി ജലനിരപ്പ് ഉയരുകയാണ്. നിലവിൽ ജലനിരപ്പ് 135.85 അടിയാണ്. ഓരോ 2 മണിക്കൂറിലും 0.05 അടി വീതമാണ് ജലനിരപ്പ് ഉയരുന്നത്. ഇതേ നില തുടർന്നാൽ ഇന്ന് രാത്രി 10 മണിയാകുമ്പോഴേക്കും പരമാവധി ജലനിരപ്പായ 136 അടി എത്താൻ സാധ്യതയുണ്ട്. പെരിയാറിന്റെ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നമുക്ക് ഏറ്റവും പുതിയ വിവരങ്ങളിലേക്ക് പോകണം. രാഹുൽ സുരേഷും സുനിഷ അയലൂരുമാണ് നമുക്കൊപ്പം ചേരുന്നത്. രാഹുൽ സുരേഷ്, ഗുഡ് ഈവനിംഗ്. കുറേ പേര് രാഹുൽ സുരേഷ് കുടയൊക്കെ പിടിച്ച് നിൽക്കുമ്പോൾ, ഡാമിന്റെ അടുത്ത് നിൽക്കുമ്പോൾ സൂക്ഷിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സുരക്ഷിതമായി തന്നെ റിപ്പോർട്ട് ചെയ്യുക. ഡാമിലെ ജലനിരപ്പ് പടിപടിയായി ഉയരുന്ന കാഴ്ചയാണോ നമ്മൾ കാണുന്നത്? രാത്രിയാകുമ്പോഴേക്കും ഷട്ടറുകൾ തുറക്കേണ്ടി വരുമോ? ഗുഡ് ഈവനിംഗ് സുജയ പാർവതി. ഇന്ന് രാവിലെ നമ്മൾ വന്നപ്പോൾ മുതൽ ഇടവിട്ടുള്ള മഴയാണ് മുല്ലപ്പെരിയാറിലും സമീപ പ്രദേശങ്ങളിലും ഉള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് വള്ളക്കടവിന് സമീപമാണ്. ഈ പെരിയാറിന് സമീപം. പെരിയാറിലെ ജലനിരപ്പ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സാധാരണ നിലയിലാണ് പെരിയാർ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. വളരെ ശാന്തമായി പെരിയാർ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇടവിട്ടുള്ള മഴ തുടരുന്നു എന്നതാണ് മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ ആശങ്കയാക്കുന്നത്. നേരത്തെ സുജയ സൂചിപ്പിച്ച പോലെ തന്നെ ഓരോ 2 മണിക്കൂറിലും 0.05 അടിയാണ് വെള്ളം ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന കണക്ക്, അതായത് 4 മണിക്ക് നൽകിയ കണക്ക് പ്രകാരം 135.85 ആണ് മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് എന്ന് പറയുന്നത്. 3867 ക്യൂസെസ് വെള്ളമാണ് ഡാമിലേക്ക് ഒഴുകിയെത്തുന്നത്. അതിൽ 2117 ക്യൂസെസ് വെള്ളം തമിഴ്നാട് കൊണ്ടുപോകുകയും ചെയ്യുന്നുണ്ട്. ഈ നില തുടർന്നാൽ രാത്രി 10 മണിയോടെ പരമാവധി ജലനിരപ്പായിട്ടുള്ള 136 അടിയിലെത്തും എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൽ ഇപ്പോഴും ഒരു അവ്യക്തത നിലനിൽക്കുന്നത്. ഇന്ന് രാത്രിയിൽ ഈ സ്പിൽവേ ഷട്ടറുകൾ തുറക്കുമോ, അതോ കേരളത്തിന്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് അത് നാളേക്ക് മാറ്റുമോ എന്നതാണ് ഇപ്പോഴും കാത്തു നിൽക്കുന്നത്. അതിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളേണ്ടത് തമിഴ്നാട് ആണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്താണെങ്കിലും ജില്ലാ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. ആവശ്യം വന്നാൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനായി ഏതാണ്ട് 20ഓളം ക്യാമ്പുകൾ സജ്ജമാക്കി കഴിഞ്ഞു. അതായത് ഇപ്പോഴും മഴ തുടരുകയാണോ രാഹുൽ? ഡാമിൽ വെള്ളം ഉയരുന്നത് ഈ വൃഷ്ടിപ്രദേശത്തെ മഴയെ കൂടി അടിസ്ഥാനമാക്കിയാണല്ലോ. ഇപ്പോൾ നിലവിൽ ഇടുക്കിയിൽ നല്ല മഴയുണ്ടോ? ഇപ്പോൾ രാഹുൽ നിൽക്കുന്ന ഇടത്ത് മഴ പെയ്യുന്നില്ല, എന്നാൽ വൃഷ്ടിപ്രദേശങ്ങളിലടക്കം മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാണോ? സുജയ, ഇടവിട്ടുള്ള മഴയാണ് ഈ പ്രദേശങ്ങളിൽ. നമ്മളിപ്പോൾ നിൽക്കുന്ന വള്ളക്കടവ് നിന്നും ഏതാണ്ട് ഒരു 10 കിലോമീറ്റർ മുകൾ ഭാഗത്താണ് മുല്ലപ്പെരിയാർ ഉള്ളത്. ആ ഭാഗത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ മഴ മൂടിയ അന്തരീക്ഷമാണ്. ആ മലനിരകളിലെല്ലാം തന്നെ നോക്കുമ്പോൾ മഴ മൂടിയ അന്തരീക്ഷമാണ്. ആ പ്രദേശത്ത്, അതായത് ആ തേക്കടി വനമേഖല ഉൾപ്പെടുത്ത വനമേഖലയിൽ മഴ പെയ്താൽ ഉറപ്പായും ആ വെള്ളം ഒഴുകിയെത്തുന്നത് ഈ മുല്ലപ്പെരിയാർ ഡാമിലേക്കാണ്. അതുകൊണ്ട് ഇവിടെ മഴ പെയ്തില്ലെങ്കിലും വനമേഖലയിൽ മഴ പെയ്താൽ അത് ഡാമിലേക്ക് ഒഴുകിയെത്തും. അങ്ങനെയാണ് ഇപ്പോൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. പലരും ഉണ്ട് എന്നൊക്കെയുള്ള സന്ദേശങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ രാഹുലിനോട് ആവർത്തിച്ച് തന്നെ ചോദിച്ചത്. ഇപ്പോൾ രാഹുൽ നിൽക്കുന്ന സ്ഥലം കണ്ടില്ലേ? ഇപ്പോൾ ഇടവിട്ടുള്ള മഴയേ ഉള്ളൂ. നിലവിൽ മഴ പെയ്യുന്നില്ല. ആരും ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട. മുല്ലപ്പെരിയാർ ഡാമിൽ നിലവിൽ 135.85 അടിയാണ് ജലനിരപ്പ്. അത് 136ലേക്ക് എത്താൻ രാത്രി 10 മണിയെങ്കിലും ആകും. കാരണം 0.05 വെച്ചാണ് ജലനിരപ്പ്. ഇങ്ങനെ പടിപടിയായി ഉയരുന്നതേയുള്ളൂ. എല്ലാ ജാഗ്രതയും എല്ലാ മുന്നൊരുക്കങ്ങളും ജില്ലാ ഭരണകൂടം അടക്കം എടുത്തിട്ടുണ്ട്. ആരും ടെൻഷൻ അടിക്കേണ്ട. താങ്ക് യു രാഹുൽ സുരേഷ്. ഇനി നമുക്ക് മഴ മുന്നറിയിപ്പുകളിലേക്ക് വരണം. ഗുഡ് ഈവനിംഗ് സുനിഷ അയലൂർ. ഇപ്പോൾ നിർത്തിയുള്ള മഴ ഇടുക്കിയിലുണ്ട്. മറ്റ് ജില്ലകളിലൊക്കെ എന്താണ് സാഹചര്യം? രാത്രിയാകുമ്പോഴേക്കും കൂടുതൽ മഴ പെയ്യാൻ സാധ്യതയുണ്ടോ? അലർട്ടുകൾ എങ്ങനെയാണ്? സുജയ, ഗുഡ് ഈവനിംഗ്. കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത് അടുത്ത മണിക്കൂറുകളിലും മഴയ്ക്കുള്ള സാധ്യതയാണ്. പ്രത്യേകിച്ച് മലയോര മേഖലകൾക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. സുജയ, അലർട്ട് പ്രകാരം 7 ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട്, അതിശക്തമായ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. മറ്റ് 7 ജില്ലകൾക്ക് യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. അതായത് എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ടതോ ശക്തമായതോ മഴയ്ക്കുള്ള സാധ്യത അതേറെയാണ് എന്നുള്ളതാണ്. പ്രധാനമായും ഇടുക്കി ജില്ലയിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. ഒപ്പം എറണാകുളത്തുണ്ട്, തൃശൂരുണ്ട്, പത്തനംതിട്ട, കോട്ടയം, മലപ്പുറം, വയനാട് ഈ 7 ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുള്ളത്. മലയോര മേഖലകളിൽ പ്രത്യേക ജാഗ്രത പാലിക്കണം. മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ട് ആണെങ്കിൽ പോലും മലയോര തീരദേശ മേഖലകളിൽ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ മഴ ശക്തിപ്പെടാനുള്ള കാരണം ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ഒരു ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട്. അത് 48 മണിക്കൂറിനുള്ളിൽ ന്യൂനമർദ്ദമായി മാറാനുള്ള സാധ്യത കൂടി കാലാവസ്ഥാ കേന്ദ്രം പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വരുന്ന മണിക്കൂറിലും നാളെയോടുകൂടിയും മഴയ്ക്ക് ശക്തി കൂടുമെന്നാണ്. നാളെ കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പ്രകാരം ഈ 5 ജില്ലകളിൽ യെല്ലോ അലർട്ട് മാത്രമാണുള്ളത്. പക്ഷേ ഈ ന്യൂനമർദ്ദം ആവുകയാണെങ്കിൽ മഴ ശക്തിപ്പെടാനുള്ള ഒരു സാധ്യത കൂടി കാലാവസ്ഥാ കേന്ദ്രം പറയുന്നുണ്ട് സുജ. ഒപ്പം മഴയ്ക്കൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് കാറ്റിനുള്ള സാധ്യത. 60 കിലോമീറ്റർ വേഗതയിലുള്ള കാറ്റ് പറയുന്നുണ്ട്. ഒപ്പം ഈ കടലാക്രമണത്തിന് സാധ്യത. അത് കണ്ണൂർ, കാസർഗോഡ് തീരങ്ങളിലാണ് പ്രധാനമായും. ആ മേഖലകളിലുള്ളവർക്കും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സുനിഷ, നമ്മുടെ പ്രേക്ഷക അമേയ ശ്യാം റിപ്പോർട്ടറിലെ കാലാവസ്ഥാ നിരീക്ഷക സുനിഷയ്ക്ക് ഒരു ചൂട് ഗുഡ് ഈവനിംഗ് എന്ന്. സുനിഷയെ അപ്പോൾ കാലാവസ്ഥാ നിരീക്ഷകയാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ പ്രേക്ഷകർ.
ഒരുപാട് സന്തോഷം സുജിയ. ഞാനിപ്പോ പറഞ്ഞു ഏതിലും ഈ കാലാവസ്ഥ തന്നെ പറഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പൊ വീട്ടിൽ നിന്ന് വിളിക്കുമ്പോഴൊക്കെ മഴ പെയ്യുമോ എന്ന് ചോദിച്ചാൽ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയെന്നൊക്കെയാണോ അമ്മയോട് മറുപടി പറയുന്നത്? അതായത് സാധാരണ രീതിയിൽ അവർ വിളിച്ച് ആദ്യം ചോദിക്കുന്ന കാര്യം ഇതാണ്, ഇന്ന് മഴ പെയ്യുമോ, കണ്ണൂരിൽ ഇന്ന് ഏത് അലേർട്ടാണെന്നൊക്കെ ചോദിക്കുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഏതായാലും സന്തോഷം സുജയ. ഓക്കെ, താങ്ക് യു സുനിഷ അയ്യല്ലൂർ. അപ്പോൾ വൈകുന്നേരം നല്ല തണുപ്പൊക്കെ ഉണ്ടാവും. ഇപ്പോൾ മഴയ്ക്കുള്ള ഒരു ഒരുക്കമൊക്കെ തിരുവനന്തപുരത്ത് കാണും. നല്ലൊരു ചൂട് ചായയൊക്കെ കുടിച്ചോളൂ. നമ്മുടെ പ്രേക്ഷകർ പറഞ്ഞത് നമ്മൾ അനുസരിക്കണ്ടേ? ഓക്കെ, നമുക്കപ്പം സുനിഷ അയ്യല്ലൂരാണ് ചേർന്നത്. നമ്മുടെ കാലാവസ്ഥാ നിരീക്ഷകയാണ് സുനിഷ കൃത്യമായ അപ്ഡേറ്റുകൾ അപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ചുവപ്പാണോ, ഓറഞ്ചാണോ, മഞ്ഞയാണോ, അതോ പച്ചയാണോ എന്നുള്ളത് കറക്റ്റായിട്ട് സുനിഷ പറയും.